അങ്ങാടൻ കിച്ചണിൽ ഇന്ന് നമുക്ക് പച്ചമാങ്ങ ചുണ്ട ഉണ്ടാക്കാം. ഈ വിഭവം ബ്രെഡിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ആണ് ഏറ്റവും ഉത്തമം. സാധാരണ ഗുജറാത്തിലും മറാഠിയിലുമൊക്കെ ഇത് ഉണ്ടാക്കുന്നത് മാങ്ങ ഉണങ്ങി പഞ്ചസാരയൊക്കെ ഇട്ടാൽ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുക, ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പച്ച മാങ്ങ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാനാണോ അടുപ്പേ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാനിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ. ഇതിലേക്ക് ഒരു 100 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 100 ഗ്രാം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങ തൂക്കിയപ്പം 400 ഗ്രാമാണ് ഉള്ളത്. 400 ഗ്രാമിന് ശർക്കരയും പഞ്ചസാരയും കൂടെ അതിൻ്റെ പകുതിയോളം വേണേ, 100-100 ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അവിടെ വെക്കാം. മാങ്ങയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വെള്ളം ഇറങ്ങി ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം. പച്ച മാങ്ങ ചെനച്ച് വരുമ്പോൾ തന്നെ ഇത് ചെയ്യണം, പഴുത്ത് പോകരുത്, ഒരുപാട് പുളിയും പാടില്ല. ചെറു തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഒരു ഒറ്റനൂൽ പരുവം ആകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഓഫ് ചെയ്യണം. ഇപ്പം ഒറ്റനൂൽ പരുവായി വന്നിട്ടുണ്ട്, നമുക്കിതിന് ഓഫ് ചെയ്യാം. ഇത് കുറച്ച് കഴിയുമ്പം തണുക്കുമ്പം നന്നായിട്ട് കുറുകി വന്നോളൂ. ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആ പരുവത്തിലെടുത്ത് വെച്ചതല്ലേ, നന്നായിട്ട് തണുത്ത് വന്നപ്പം ഇതേപോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരണം, ഇതേക്കാട്ടും കുറുകിയിട്ട് പോകാനും പാടില്ല. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം, ഒരു നിറത്തിന് വേണ്ടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും ഒരു 2-3 ഗ്രാമ്പും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഒരു 1-2 ആഴ്ചയോളം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്തിരുന്നോളും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ തീരുന്നവരെ അവിടെ ഇരുന്നോളും, ഒരു കേടും വരത്തില്ല. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.